ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പദപ്രയോഗങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ താമര. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ചും പ്രതിപക്ഷ നിരയിലെ കരുത്തരായ ജനപ്രതിനിധികളെ സ്വന്തം പാളയത്തിലെത്തിച്ചും BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാംഗങ്ങൾ BJPയിൽ ചേർന്നത് ഈ തന്ത്രത്തിന്റെ പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരം നേടാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളിലെ MLA-മാരുടെയും MP-മാരെയും രാജിവെപ്പിച്ചോ കൂറുമാറ്റ നിരോധന നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് പാർട്ടികളെ പിളർത്തിയോ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയാണിത്. 2014 ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. ഭാരതീയ രാഷ്ട്രീയത്തിൽ BJP പയറ്റുന്ന തന്ത്രങ്ങൾ ഓരോ സംസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. ഇതിനെ കേവലം ഒരു കൂറുമാറ്റമായി കാണാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുന്ന വിപുലമായ പ്രക്രിയയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയിൽ കണ്ടത് പ്രാദേശിക പാർട്ടികളെ അടിത്തറയോടെ പിളർത്തുന്ന തന്ത്രമാണ്. ശിവസേനയിലെയും NCPയിലെയും പ്രമുഖ നേതാക്കളെ അടർത്തിയെടുത്ത് യഥാർത്ഥ പാർട്ടി തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുകയും നിയമ പോരാട്ടങ്ങളിലൂടെ ചിഹ്നവും പാർട്ടി പേരും സ്വന്തമാക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇത് പ്രാദേശിക പാർട്ടികളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി. മധ്യപ്രദേശിൽ പരീക്ഷിക്കപ്പെട്ടത് രാജി എന്ന ഭരണഘടനാപരമായ പഴുതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൂട്ടത്തോടെ രാജിവെക്കുന്നതിലൂടെ സഭയുടെ മൊത്തം അംഗബലം കുറയ്ക്കുകയും അതുവഴി ഭൂരിപക്ഷത്തിന് ആവശ്യമായ മാജിക് നമ്പർ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് സർക്കാരിനെ വീഴ്ത്താൻ BJPയെ സഹായിക്കുന്നു. ഇതിനുശേഷം നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ ഇതേ നേതാക്കളെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച് ജനവിധി തേടുകയും ചെയ്യുന്നു. ഇത് കൂറുമാറ്റ നിരോധന നിയമത്തിലെ അയോഗ്യതാ ഭീഷണിയെ മറികടക്കാൻ സഹായിക്കുന്നു. ഗോവയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കണ്ടത് ലയനം എന്ന മാർഗമാണ്. നിയമസഭയിലെ ഒരു പാർട്ടിയുടെ മൊത്തം അംഗങ്ങളിൽ 2/3 ഭാഗവും ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ നിയമപരമായ അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന പഴുതാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഗോവയിൽ കോൺഗ്രസ് MLA-മാർ പലപ്പോഴായി കൂട്ടത്തോടെ BJPയിൽ ലയിച്ചത് ഇതിന് ഉദാഹരണമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു മുഖ്യമന്ത്രിയെ തന്നെ ഒപ്പം കൂട്ടി പാർട്ടിയെ മുഴുവനായി BJPയിലേക്ക് മാറ്റുന്ന രീതിയാണ് അരുണാചലിൽ കണ്ടത്. സിക്കിമിലാകട്ടെ ജയിച്ച പാർട്ടിയെ തകർത്ത് BJPക്ക് ഒരു അംഗം പോലുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പ്രധാന പ്രതിപക്ഷമായി മാറാൻ ഈ മാപ്പ് മാറ്റം സഹായിച്ചു. ഇങ്ങനെ പണം, പദവി, നിയമപരമായ പഴുതുകൾ എന്നിവ സമന്വയിപ്പിച്ചാണ് BJP വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നത്. നിലവിൽ ആം ആദ്മി പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ഓപ്പറേഷൻ താമരയുടെ സ്വഭാവം മാറുന്നതിന്റെ സൂചനയാണ്. ഡൽഹിയിലും പഞ്ചാബിലും കരുത്തരായ AAPയിൽ നിന്ന് 7 രാജ്യസഭാ MP-മാർ BJPയിലേക്ക് കൂറുമാറിയത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാർട്ടി എതിർപ്പ് ലംഘിച്ചും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നും സർക്കാരുകളെ പ്രതിരോധത്തിലാക്കുന്ന രീതി മണിപ്പൂരിലും മറ്റും BJP മുൻപ് പയറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം നീക്കങ്ങളെ തന്ത്രപരമായ മികവായി ആഘോഷിക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ കാവലാളായ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ തോതിലുള്ള ധാർമ്മിക ആശങ്കകളാണ് ഉണർത്തുന്നത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലും ചിഹ്നത്തിലും വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങി മറ്റൊരു പാർട്ടിയുമായി കൈകോർക്കുന്നത് ജനവിധിയോടുള്ള പച്ചയായ അവഹേളനവും വോട്ടർമാരോടുള്ള വഞ്ചനയുമാണ്. 1985 കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമം ഇത്തരം പ്രവണതകളെ തടയുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പോരായ്മ. നിയമത്തിലെ ലയനം, രാജി എന്നീ പഴുതുകൾ ഉപയോഗിച്ച് അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനപ്രതിനിധികൾക്ക് കഴിയുന്നത് നിയമത്തിന്റെ അപര്യാപ്തതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ പണക്കൊഴുപ്പും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണിയും ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നിലെ ചാലക ശക്തികളാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയായാണ് വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഈ കസർത്തുകൾക്കിടയിൽ ജനാധിപത്യത്തിന്റെ അന്തസത്തയും സുതാര്യതയും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളേക്കാൾ ഉപരിയായി അധികാര കൈമാറ്റങ്ങൾ ഒരു നിത്യസംഭവമായി മാറുകയാണ്. ഓപ്പറേഷൻ താമര എന്നത് കേവലം ഒരു പാർട്ടിയുടെ തന്ത്രം എന്നതിലുപരിയായി ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിലെ നിയമപരമായ പഴുതുകൾ എത്രത്തോളം ദുർബലമാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്താതെ ഇത്തരം കൂറുമാറ്റങ്ങൾ തടയുക അസാധ്യമാണെന്നാണ് രാഷ്ട്രീയ ലോകത്തെ പൊതുവായ വിലയിരുത്തൽ.